ജൂലൈ 10 മലയാളികളുടെ പ്രിയപ്പെട്ട ബാലഭാസ്കറിൻ്റെ ജന്മദിനമാണ്. വേദനയോടുകൂടി മാത്രമേ നമുക്ക് ബാലുവിൻ്റെ ഓർമ്മകളിൽ കൂടി കടന്നു പോകുവാൻ കഴിയുകയുള്ളൂ. ഒരുപാട് ആൽബം സോങ്ങുകളിലൂടെയും ഒട്ടനവധി വേദികളിലൂടെയും നമ്മെ ഒരുപാട് വിസ്മയിപ്പിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട ബാലഭാസ്കറിനെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും സംഗീത സംവിധായകരുമായ ദീപക് ദേവും അൽഫോൺസ് ജോസഫും ഓർക്കുകയാണ് നമ്മളോടൊപ്പം. മലയാളത്തിലെ ആദ്യത്തെ ഫുൾ ഫ്ലെഷ്ഡ് മ്യൂസിക് റിയാലിറ്റി ഷോ ആയ അമൃത ടി.വിയിലെ സൂപ്പർ സ്റ്റാർ പ്രോഗ്രാമിൻ്റെ ജഡ്ജസ് ആയിരുന്നു ബാലഭാസ്കറും ദീപക് ദേവും അൽഫോൺസും. നിങ്ങൾ കേൾക്കുന്നത് പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ. വെൽക്കം ടു പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖർ, അൽഫോൺസ് ആൻഡ് ദീപക് ദേവ്. Thank you, Arvind. Thank you so much, Arvind. ബാലഭാസ്കറിന്റെ ഒരു ജന്മദിനം കൂടി വളരെ വേദനയോടുകൂടി മാത്രമേ നമുക്ക് ഈ ഒരു ദിവസം ഓർക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഈ ഒരു ദിവസം മാത്രമല്ല, പൊതുവിൽ നമ്മൾ ബാലുവിനെ കുറിച്ച് ഓർക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു വേദനയുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മളുടെ പല സമയത്തും നമ്മൾ അവരെ ഓർക്കുക, ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഓർക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കലാസംസ്കാരത്തിന്റെ ഭാഗമാണ്. മലയാളികൾക്ക് ബാലുവിന്റെ ജീവിതത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു കലാപരമായതും വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നിങ്ങൾക്കറിയാവുന്ന ബാലു ആരായിരുന്നു? അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാണ്? എനിക്ക് എപ്പോഴും മനസ്സിലേക്ക് കാണുന്നത് ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ബാലുവിനെ ഞാൻ കണ്ടിട്ടുള്ളത്. കാണുന്ന സമയത്തൊക്കെ ആളെ ഒരു ചിരിയും ഒരു എനർജി ഉണ്ട്. ഒരു എനർജി ഡൗൺ ആയിട്ടുള്ള ഒരു ബാലുവിനെ ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോ ആ ഒരു എൻത്യൂസിയാസവും മ്യൂസിക്കിന് വേണ്ടി നിൽക്കുന്നതിന്റെ ആ ഒരു എന്താ പറയാ, ഒത്തിരി ബോൾഡ് സ്റ്റെപ്സ് എടുത്ത് മ്യൂസിക്കിലിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ആൾ തന്നെയാണ്. നമ്മളെല്ലാവരും ആ രീതിയിൽ തന്നെയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞ ഒത്തിരി അങ്ങനത്തെ ബോൾഡ് സ്റ്റെപ്സ് എടുക്കേണ്ടി വന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പലരുടെ വിവാഹമാണെങ്കിലും ഒക്കെ അതിൻ്റെതായ ഒരു എനർജി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ ഓർമ്മകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമ്മളുടെ സൂപ്പർ സ്റ്റാർ ഓർമ്മകൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊരു എന്താ പറയാ, അത് ഇനി അങ്ങനെ ഒരു സമയം ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഐ ട്രഷർ ദോസ് മെമ്മറീസ്. ഇപ്പോഴും നമുക്കത് ഓർക്കുമ്പോൾ ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള, ഇപ്പോഴും നമുക്ക് ആ ഒരു ഊഷ്മളമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഓർമ്മകളാണ് അതെല്ലാം. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു, അതിൻ്റെ ഒരു നമ്മള് 3-4 സ്ഥലങ്ങളിലായിട്ട് അതിന്റെ ഓഡിഷൻസ് നടന്നു അല്ലെ. അതിന്റെ ഒരു ട്രാവല്, പിന്നെ അതുപോലെ ട്രിവാൻഡ്രത്തെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്നത്, നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കാലിക്കറ്റ് പോകുന്നത്, അങ്ങനെ ഒരു എറണാകുളത്തെ ഓഡീഷൻസ്. പിന്നെ ബേസിക്കലി ഞങ്ങളെല്ലാവരും ഒരു എന്താ പറയാ, മസിൽ പിടിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നില്ല അത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ ബി നാച്ചുറൽ, ബി യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങള് ചിരിച്ച് എന്താ പറയാ, ഒരു വല്ലാത്ത കണ്ടീഷൻ ആയിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഒരാൾ വന്ന് ഇതിന്റെ ഇടയിലായിരുന്നു, നമ്മളുടെ ഓഡിഷന്റെ ഇടയിലായിരുന്നു, ഒരാൾ വന്ന് പാടിയിട്ട് ചിരി അടക്കാൻ പറ്റാതെ അവിടുന്ന് സീറ്റിൽ നിന്ന് താഴെ വീണ് അവിടെ നിലത്ത് കിടന്ന് ചിരിക്കുന്ന ഒരു അവസ്ഥ പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളൊരിക്കലും ആ വന്ന വ്യക്തിയെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എന്താ പറയാ, നമുക്ക് ജെന്യുവൻ ആയിട്ടൊരു മ്യൂസിഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും പിച്ച് ഔട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു ഓടായിട്ടുള്ള ഒരു സാധനം, മ്യൂസിക്കലി ഓടായിട്ടുള്ള ഒരു സാധനം വന്ന് നമുക്ക് അറിയാണ്ട് ചിരി വരും. അത് പിടിച്ചു നിർത്താൻ പറ്റില്ല. പലപ്പോഴും ഞാൻ ഇതിന്റെ മാത്രമല്ല, നമ്മൾ ജഡ്ജ്മെന്റിന് പോയിരിക്കും പല സ്കൂളുകളിലും അവിടെ ഇവിടെയൊക്കെ, അന്നേരം ഈ പറഞ്ഞ പോലെ ചിരി പൊട്ടി പോയിട്ടുണ്ട് പലപ്പോഴും. കൺട്രോൾ പിടിച്ചായിരിക്കും നമ്മളിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മൊമെന്റിലൊക്കെ ഞാൻ ബാലുവിനെ കാണുന്നത് ഭയങ്കര ഒരു ഇന്നസെന്റ്, എന്താ അതിനെ പറയുന്ന, ഒരു എന്താണോ ഫീലിംഗ് അത് അപ്പൊ തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രീഡം ഞങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് ദീപുവിനും ഇഷ്ടം പോലെ അങ്ങനത്തെ ഇൻസിഡൻസ് പറയാൻ പറ്റുമായിരിക്കും. തീർച്ചയായിട്ടും. എനിക്ക് ആക്ച്വലി ബാലുവിനെ കുറിച്ച് ഫസ്റ്റ് എപ്പം പരിചയപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് വിദ്യാജിയുടെ സ്റ്റുഡിയോ ആണ് ചെന്നൈയില്. അവിടെ ഞാൻ ജോയിൻ ചെയ്തത് 99 എൻഡോ 2000 ജാനോ
വൺ ഓഫ് ദീസ് മന്ത്സ് ആയിരുന്നു. അവിടെ ഞാൻ ദോസ്ത് എന്ന് പറയുന്ന പടത്തില് കീബോർഡ് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പാടാനായിട്ട് വിദ്യാജീൻ്റെ അടുത്ത് പറഞ്ഞൊരു പയ്യനെ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് യു വുഡ് നോ ഹിം എന്ന് പറഞ്ഞു. അപ്പൊ പേര് വിദ്യാജിക്ക് അപ്പൊ അത്ര ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പം ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ബാലുവിനെ കുറിച്ച്, അന്ന് ബാലു ഇത്ര പോപ്പുലർ ഒന്നും അല്ലെങ്കിലും മ്യൂസീഷ്യൻ സർക്കിളിൽ അത്യാവശ്യം നന്നായിട്ട് അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ ബാലുവിനെ സ്റ്റുഡിയോയിൽ വെച്ച് പരിചയപ്പെട്ടു. പക്ഷെ അന്ന് ബാലു അവിടെ വന്നത് ഒരു വയലിനിസ്റ്റ് ആയിട്ടല്ല, അതിലെ പാട്ടുകാരനായിട്ടാണ് വന്നത്. അപ്പം ഒരു സിംഗർ എന്നുള്ള രീതിയിലാണ് ബാലുവിനെ എനിക്ക് വന്ന് അതിനു മുമ്പേ ബാലു കുറച്ച് ആൽബംസ് ഒക്കെ ചെയ്ത് അതിലൊക്കെ പാടിയിരുന്നു. അപ്പൊ ബാലുവിന് പാട്ട് പാടാനുള്ള ഒരു ആഗ്രഹത്തിലാണ് ബാലു അവിടെ വന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ വെച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞ് ഫോൺ നമ്പേഴ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പൊ വിദ്യാജിയുടെ അടുത്ത് ഒരു മലയാളി കീബോർഡ് വായിക്കുന്നു എന്നുള്ളൊരു സംഭവം പുള്ളിക്ക് ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അന്നത്തെ ആ പാട്ട് ബാലു പാടി. ആ പാട്ട് ഞാൻ പ്രോഗ്രാം ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നത് സൂപ്പർ സ്റ്റാറിനാണ്. സൂപ്പർ സ്റ്റാറിന് അൽഫോൺസ് പറഞ്ഞതുപോലെ തന്നെ വളരെ വളരെ ഹ്യൂമറസ് ആയിട്ടും വളരെ പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ എന്താ പറയുക അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബാലു സ്പോണ്ടേനിയസ് ആയിട്ട് ബാലുവിന്റെ നാവിൽ വരുന്ന ചില വൺ ലൈനേഴ്സ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതായത് ഒരു കണ്ടസ്റ്റന്റ് ഇപ്പൊ അൽഫോൺസ് പറയുമ്പോഴാണ് ഞാൻ ഓർത്തത്, ഓഡീഷൻ റൗണ്ട് കോഴിക്കോട് അവരായിരുന്നു തോന്നുന്നു. ഒരു കണ്ടസ്റ്റന്റ് വന്നിട്ട് പറഞ്ഞു, അതായത് അവിടെ വരുന്ന ഓഡീഷൻ റൗണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 70% ആൾക്കാരും പാട്ടിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരായിരിക്കും. ബാക്കി 30% ആണ് നമ്മൾ ഈ ഷോയിലേക്ക് കിട്ടാവുന്ന ഫിൽട്ടർ ചെയ്യുന്നത്. പക്ഷെ ഓഡീഷൻ എന്ന് പറയുമ്പോൾ ഈ 100% നമ്മൾ കേൾക്കണല്ലോ. അപ്പൊ അതിൽ 70% ഒരു ഐഡിയ ഇല്ലാതെ വരുന്ന ചില ആൾക്കാരിൽ ഒരാളെ ബാലു ഹാൻഡിൽ ചെയ്ത രീതിയാണ് എനിക്ക് തോന്നുന്നത്. വന്നു കഴിഞ്ഞപ്പോ അയാൾ ചോദിച്ചു, നമ്മള് ഫസ്റ്റ് ചോദിച്ചു ഏത് പാട്ടാണ് പാടുന്നത്. പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ അടിപൊളി പാട്ട് വെച്ച് തുടങ്ങാം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മെലഡി പാടുവോ? അപ്പൊ ബാലുവാണ് ചോദിക്കുന്നത്, മെലഡി പാടുവോ? അപ്പോൾ മെലഡിയോ? ഞാനോ? എപ്പോ വീട്ടിൽ പോയത് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ബാലു ഇത് മനസ്സിൽ ഓർത്തു വെച്ചു അയാളെ കൊണ്ട് അടിപൊളി പാടി തുടങ്ങിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എവിടെ അടക്കാൻ പോകുന്ന ഒരു പാട്ടുകാരനല്ല. അതായത് ഒരു ഐഡിയ ഇല്ല, ശ്രുതിയും പിച്ചും ബോധവും ഒന്നും ഇല്ലാതെ പാടാൻ തുടങ്ങി. അപ്പൊ പാടി കഴിഞ്ഞപ്പോ സെക്കൻഡ് ബാലു ഉടനെ ചോദിച്ച ചോദ്യമാണ്, അപ്പൊ നമുക്കൊരു മെലഡി ആയാലോ? അപ്പൊ അയാളുടെ ടെൻഷനിൽ അയാൾ പറഞ്ഞു മെലഡി ഓക്കെ ശരി, ഏത് ടൈപ്പ് മെലഡിയാ വേണ്ടേ? അപ്പൊ ബാലു പറഞ്ഞു അല്ല, മെലഡി പാടാൻ പറഞ്ഞാൽ എപ്പൊ വീട്ടിൽ പോയി എന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞില്ലേ, വീട്ടിൽ പൊക്കാളാൻ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ചില വൺ ലൈനേഴ്സും പ്രസൻസ് ഓഫ് മൈൻഡ് അത് കേട്ടിട്ടാന്ന് തോന്നുന്നു ഞാനും അൽഫോൺസും കസലെ ചേർന്ന മുള്ളത് വീണത് ചിരിച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ അതാണ് അതൊക്കെ ചിലത് ജീവിതകാലം നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഭയങ്കര ഒരു സംഭവം എനിക്ക് ബാലു നോട്ടീസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ബാലു എന്ന് പറയുമ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖവും, ബാലുവിന് ദേഷ്യം പിടിച്ചിരിക്കുകയാണെങ്കിലും ബാലു ചിരിച്ചിരിക്കുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ 2006 ഈ അമൃത ടിവിയിലെ ഈ ഒരു എനിക്കൊന്ന് മലയാളത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ ആയിരുന്നു. അപ്പോ 15 വർഷത്തെ മുമ്പത്തെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പൊ അതിലെ 3 പേര് ജഡ്ജസ് അല്ലേ? 4 പേര്. സ്റ്റീഫനും ഉണ്ടായിരുന്നു. അല്ല, സ്റ്റീഫൻ അതിൽ ജഡ്ജ് ആയിരുന്നില്ല. ഞാനും അൽഫോൺസും ബാലഭാസ്കറായിരുന്നു ജഡ്ജസ്. സ്റ്റീഫനെ നിങ്ങൾ 3 പേരും ജഡ്ജസ്. സ്റ്റീഫനെ അതിലാണ് കീബോർഡ് പ്ലെയർ ആയിട്ട് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് കേരളം സ്റ്റീഫനെ കാണുന്നത് ആ ഷോയിൽ കൂടിയാണ്. ഈ ബാലുവിന്റെ 3 വയസ്സിൽ, ബാലുവിനെ കുറിച്ച് പറയുമ്പോൾ 3 വയസ്സിൽ സംഗീതം പഠിക്കാൻ തുടങ്ങി. 12 വയസ്സിൽ ആദ്യത്തെ വേദിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. 13 വയസ്സിൽ സ്വതന്ത്ര സംഗീത സംവിധാനം. ഇതൊക്കെ ബാലുവിന്റെ മാത്രം പ്രത്യേകതകളാണല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും നമ്മൾ ഈ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ബാലുവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എനിക്കൊന്ന് നിന്നുകൊണ്ട് വയലിൻ വായിക്കുന്ന, അതായത് ഒരു ഫുൾ ഫ്ലെഷ് ഷോ വായിക്കുന്ന, എനിക്ക് അതിനു മുമ്പ് ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. 2 മണിക്കൂർ 2.5 മണിക്കൂർ ഒരേ വേദിയിൽ പെർഫോം ചെയ്യാൻ നിന്നുകൊണ്ട്. അതുപോലെ തന്നെ ചിരിയില്ലാത്തൊരു ബാലുവിനെ, അത് അൽഫോൺസ് ഓൾറെഡി പറഞ്ഞു, ചിരിയില്ലാത്തൊരു ബാലുവിനെ നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല. മാത്രമല്ല ഈ പരിപാടിയിൽ ഇരിക്കുന്ന ആൾക്കാരിൽ, നമ്മുടെ ഒരു വേദിയിൽ വരുമ്പോൾ അവിടെ കാണാൻ വരുന്ന ആൾക്കാരിൽ ഏറ്റവും അവസാനം ഇരിക്കുന്ന ആളോട് പോലും വയലിനോട് കണക്ട് ചെയ്യാനായിട്ട് സംവദിക്കാനുള്ള ബാലുവിന്റെ ഒരു കഴിവ്. ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ, മലയാളത്തിലെ മുതിർന്ന സംഗീത സംവിധായകർ എന്നുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് ബാലുവിനെ വിലയിരുത്തുന്നത്?
എനിക്ക് തോന്നുന്നു 2-3 കാര്യങ്ങൾ അതിനകത്ത് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, നമ്മളുടെ ആ ഒരു ഹീസ് വെരി ഓപ്പൺ ടു അഡോപ്റ്റ് തിങ്സ്. ലൈക്ക് ഒരു പെർഫോമൻസ് എന്നുള്ള ഒരു ആസ്പെക്റ്റില് ബാലു ഗ്രോ ചെയ്ത് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും പുള്ളിയുടെ ഒരു കഴിവ് തന്നെയാണ്. കാരണം വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക, ഈ കണക്റ്റിംഗ് പോയിന്റ്സ് ലൈക്ക് പെർഫോമൻസിൽ നിൽക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇപ്പം മ്യൂസീഷ്യൻസ് എല്ലാവരും തന്നെ ഇരുന്ന് പ്ലേ ചെയ്യുന്നവരാണെങ്കിലും ഇരുന്ന് പാടുന്നവരാണെങ്കിലും കണക്ട് ചെയ്യാറുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു കവാലി സിംഗേഴ്സ്, ഒരു ഫീമെയിൽ സിംഗേഴ്സിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അവര് ഫുൾ ടൈം അവരിരുന്നാണ് അവരുടെ പെർഫോമൻസ്, പക്ഷെ ദേ റിയലി കണക്ട് വിത്ത് പീപ്പിൾ. അപ്പോൾ ഈ കണക്റ്റിംഗ് എന്ന് പറയുന്ന അതൊരു കലയാണ്, അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് എനിക്ക് തോന്നുന്നു ബാലുവിന് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു അപ്ഡേഷൻസ് പല പല സാഹചര്യങ്ങളിലായിട്ട് കടന്നു വന്നിട്ടുണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഈ റിയാലിറ്റി ഷോ ഇത് നടക്കുന്ന സമയത്ത്, നമ്മൾ സൂപ്പർ സ്റ്റാർ നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്കെല്ലാവർക്കും ഒരു എക്സ്പ്ലോറിങ് ടൈം ആയിരുന്നു. അതായത് എന്താണ് പെർഫോമൻസ്. ഇപ്പം നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും വി ആർ ലേണിങ് ആക്ച്വലി. അപ്പോൾ എങ്ങനെയായിരിക്കണം പെർഫോമൻസ്. ഇപ്പം നമ്മൾ ഫുൾ പെർഫോമൻസ് ഒന്നും അറിഞ്ഞിട്ടല്ല അവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ യു ക്യാൻ സീ ദാറ്റ് ഡിഫറൻസ്. ഇപ്പോൾ ബാലുവിൻ്റെ പെർഫോമൻസിലാണെങ്കിലും ഞങ്ങളുടെ പെർഫോമൻസിലാണെങ്കിലും ഓവർ ദ പീരീഡ് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു സമയം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഡെവലപ്മെന്റ് ശരിക്കും മനസ്സിലാക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാലുവിനെ പറ്റി പറയുമ്പോൾ കാലഘട്ടം അനുസരിച്ച്, അതായത് സമയത്തിന്റെ പ്രത്യേകതകൾ അനുസരിച്ച് തൻ്റെ കഴിവ് അല്ലെങ്കിൽ തൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാനായിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ബാലു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഒരു ലൈവ് ഈവന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ വളരെ മനോഹരമായിട്ട് തൻ്റെ കഴിവ്, അത് പാട്ടുകാരി മാത്രമാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്, അത് ഒരു സോളോ ഇൻസ്ട്രുമെന്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു തുടക്ക വ്യക്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ബാലുവിനെ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ബാലു മ്യൂസിക് ഡയറക്ടറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഒരു പെർഫോമറായിട്ടാണ്. അപ്പോൾ അത് മ്യൂസിക് ഡയറക്ടറിന്റെ കഴിവ് കുറഞ്ഞിട്ടൊന്നുമല്ല. ദാറ്റ് സ്കിൽ ഈസ് ദെയർ. ബട്ട് പുള്ളി ആളുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, ആളുകളോട് ഇന്ററാക്ട് ചെയ്യുന്നതും സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോഴുള്ള ഈസ് എ വെരി ഹാൻസം ഗായ് അല്ലെ. എല്ലാ ആസ്പെക്റ്റിലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോലും പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിസിക്കും ഒക്കെ ഉണ്ട്. അപ്പം അതിന്റെ ഒരു അതെ. അപ്പം അത് ദൈവത്താൽ ഒരു സ്പെഷ്യൽ ബ്ലെസ്ഡ് ആയിട്ട് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കത് പറയാതിരിക്കാൻ വയ്യ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത് ബാലുവിന്റെ പെർഫോമൻസ് ഇത്രയും റോയൽ ആയിട്ട് നമുക്ക് തോന്നാൻ കാരണം ഇസ് ബിക്കോസ് നോട്ട് ജസ്റ്റ് ഹിസ് പെർഫോമൻസ്. ബാലു അതിൻ്റെ അകത്ത് പാക്കേജ് ചെയ്യുന്ന കണ്ടന്റും കൂടി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെറുതെ നിന്ന് നടന്ന് അല്ലെങ്കിൽ ഓടിച്ചാടി വായിക്കുന്ന ഒരു മ്യൂസീഷ്യൻ ആയാൽ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യണമെന്നില്ല. ഒരു 5 minutes വേണമെങ്കിൽ ആ വന്ന ഓളത്തിൽ പിടിച്ചു നിൽക്കാം. പക്ഷെ ബാലു ഒരു 2.5 മണിക്കൂറോ 3 മണിക്കൂറോ ആ നിപ്പില് ഒരു മ്യൂസീഷ്യൻ ആയിരുന്നില്ല. ഹി വാസ് ആക്ച്വലി ലൈക്ക് എ മജീഷ്യൻ ഓൺ സ്റ്റേജ്. അത് എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ബേസിക്കലി ബിക്കോസ് പുള്ളി വളർന്ന സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ he has learned really intense Carnatic music. കർണാട്ടിക് മ്യൂസിക്കിന്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് എന്ത് പറഞ്ഞാലും പുള്ളിയുടെ ഈ പാട്ടുകാരുടെ തൊണ്ടയിൽ വരും എന്ന് പറയുന്ന പോലെയായിരുന്നു ബാലുയുടെ വിരലുകൾ അത് വരുന്നത്. എന്നാൽ ഇത്രയും ജ്ഞാനം പുള്ളിക്ക് കർണാട്ടിക്കിൽ ഉണ്ടെങ്കിൽ കൂടെ ബാലു സ്റ്റേജിൽ കയറുന്ന സമയത്ത് ആദ്യത്തെ ഞാനിപ്പം മനസ്സിലാക്കുന്നത് ആദ്യത്തെ 2-3 പാട്ട് വെടിച്ചില് പോലത്തെ കർണാട്ടിക് വായിച്ച് എല്ലാരെയും ബാലു എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഒരു എക്സിബിഷൻ അവിടെ കഴിഞ്ഞതിന് ശേഷം പുള്ളി ജനകീയമായിട്ട് അങ്ങ് ഇറങ്ങുകയാണ്. ഏറ്റവും സിംപ്ലസ്റ്റ് മെലഡി വായിച്ച്, അതായത് ഇനി എനിക്ക് കടിച്ചാ പൊട്ടാത്ത സാധനം വായിച്ച് ഇവരെ ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇനി ഞാൻ ജനകീയമായിട്ട് ജനങ്ങൾക്ക് വേണ്ടുന്നത് എന്താണ്, അവിടെയാണ് ബാലുവിന്റെ പെർഫോമൻസ് സ്കില്ലിന്റെ മാസ്റ്ററിങ് എവിടെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ബാലു ഇപ്പൊ 1000 കണ്ണുമായി അല്ലെങ്കിൽ ഉയരെ ഉയരെ അതുപോലത്തെ സിമ്പിൾ ബട്ട് സോൾഫുൾ മെലഡീസ്, അങ്ങനത്തെ പാട്ടുകൾ ബാലു വായിച്ച് ആൾക്കാർ അത് വായിച്ച് സ്ലോ സോങ്സ് വായിച്ച് അവരുടെ മനസ്സലിയിക്കുക എന്ന് മാത്രമല്ല ഈ അലിഞ്ഞ മനസ്സിനെ കൊണ്ട് പാടിപ്പിക്കുകയും ചെയ്യും. അത് എത്ര പേരാണെങ്കിലും കൂടെ ഇരുന്നങ്ങ് പാടും. ഇതൊക്കെ എനിക്ക് കേരളത്തിലെ ഒരു മ്യൂസിക് അതുവരെയുള്ള മ്യൂസിക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മ്യൂസീഷ്യനും ഇങ്ങനെ ചെയ്തിട്ടില്ല.
അതായത് ഇതൊക്കെ പാട്ടുകാർ, ഇവിടെയൊക്കെ ആയിരുന്നു മ്യൂസിക് ഡയറക്ടേഴ്സും ഇരുന്ന് വായിക്കുന്ന മ്യൂസീഷ്യൻസും പാട്ടുകാരുടെ മുകളിൽ എൻവി ചെയ്ത കാര്യം. പാട്ടുകാർക്ക് മാത്രമേ ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിച്ചു. ബാലു അത് ബ്രേക്ക് ചെയ്തു. പാട്ടുകാർ കണക്ട് ചെയ്യുന്നതിന്റെ അപ്പുറത്തെ കണക്ഷനാണ് പുള്ളി വാ തുറക്കാതെ വെറും വിരൽ വെച്ച് വയലിനും പിടിച്ചോണ്ട് ചെയ്തത്. പിന്നെ പാട്ടുകാർക്ക് ബാലഭാസ്കറിനെ മാതിരി കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനായി തുടങ്ങി. അതായിരുന്നു നമ്മുടെ ബാലു. എനിക്ക് തോന്നുന്നു ബാലു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു 20 വർഷം ബാലുവിന് ഒരു റീപ്ലേസ്മെന്റ് കോർപ്പറേറ്റ് ഷോസിലും അവാർഡ് നൈറ്റ്സിലും ഏത് ഷോയുടെയും ഭാഗമായിട്ട് മാറാവുന്ന ഒരു പാക്കേജ് അതായിരുന്നു ബാലഭാസ്കർ. അപ്പം ഹി വാസ് ദ മോസ്റ്റ് വാണ്ടഡ് മ്യൂസിഷ്യൻ. ഈ പറയുന്ന പോലെ എല്ലാ ഇവന്റ്സിന്റെയും ഭാഗമായിട്ട് ആളുകൾ, എനിക്ക് ഒരു ഇവന്റ് മാനേജർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ എപ്പോഴും ഒരു എന്റർടൈൻമെന്റ് കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ബാലഭാസ്കർ. ശരിയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള ഓപ്ഷൻസിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു കേപ്പബിലിറ്റി അതായിരുന്നു ബാലുവിനെ ഡിഫറെന്റ് ആക്കുന്നത്. അൽഫോൻസ്, AR റഹ്മാൻ, നമുക്കറിയാം ബാലു വായിച്ചിരുന്ന ഒരുപാട് മ്യൂസിഷ്യൻസിന്റെ പാട്ടുകൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഇളയരാജയുടെ വായിക്കാറുണ്ട്, AR റഹ്മാന്റെ വായിക്കാറുണ്ട്, വിദ്യാജിയുടെ വായിക്കാറുണ്ട്. പക്ഷെ അൽഫോൻസ് AR റഹ്മാനായിട്ട് കണക്റ്റഡ് ആയിട്ടും അദ്ദേഹത്തിന്റെ ഷോസിന്റെ ഭാഗമൊക്കെ ആയതുകൊണ്ടും ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും AR റഹ്മാൻ ബാലഭാസ്കറിനെ കുറിച്ച് അറിയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇടയായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഹി മസ്റ്റ് ഹാവ് ഹേർഡ്, ബട്ട് അങ്ങനെ ഒരു കോൺവെർസേഷൻ ഇതുവരെയും, അങ്ങനെ ഒരു പേഴ്സണൽ കോൺവെർസേഷൻ ഉള്ള ഒരു ടൈമിൽ ഒരിക്കലും അങ്ങനെ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. വളരെ റെയർ ആയിട്ടാണ് അങ്ങനത്തെ പേഴ്സണൽ കോൺവെർസേഷനുള്ള സമയം പലപ്പോഴും കിട്ടാറ്. ആ കിട്ടുന്ന സമയങ്ങളിൽ ഡെഫിനറ്റ്ലി സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഹി നോസ് ഹിം എന്നുള്ളതാണ്, അല്ലേ ദീപു? ഡെഫിനറ്റ്ലി. ഇപ്പം കാരണം ബാലു വായിച്ചിരിക്കുന്ന AR റഹ്മാൻ സോങ്സ് ഒക്കെ നെറ്റിൽ നോക്കുകയാണെങ്കിൽ വൈറലാണ്. അപ്പം ഡെഫിനറ്റ്ലി നമ്മളൊരു, ഇപ്പൊ എന്റെ പാട്ടുകളാണെങ്കിൽ തന്നെ വൈറലായ സോങ്സ് ഞാൻ എന്റെ വേർഷൻ അല്ലെങ്കിൽ കൂടെ അത് എവിടെയെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് എന്റെ കൺമുമ്പിൽ വന്നു പോകും. ആരെങ്കിലൊക്കെ എനിക്ക് അയച്ചു തരും, ഇത് നിങ്ങളുടെ പാട്ട് ഇന്ന് ഒരു ആളൊരു ഗിറ്റാർ വെച്ചിട്ട് പാടിയത് ഇത്രയും വൈറലായിട്ടുണ്ടോ എന്ന് കേട്ടു നോക്കുമെന്ന് പറയൂലേ. അതുപോലെ ഡെഫിനറ്റ്ലി റഹ്മാൻ സാറിന്റെ അടുത്തും ഇങ്ങനത്തെ അമേസിംഗ് പെർഫോമൻസസ് പോയിട്ട് അദ്ദേഹം കണ്ടു കാണാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അഫ്കോഴ്സ് അദ്ദേഹം ചിലപ്പോൾ കണക്ട് ചെയ്യാതിരുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഓൾറെഡി വായിക്കുന്ന വയലിനിസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ടും അതിന്റെ അപ്പോഴത്തെ ഒരു നീഡ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത് കറക്റ്റ് ആണ്. പിന്നെ എന്ന് വെച്ചാല് ഞാനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത്, റഹ്മാൻ സാറ് ഒരു പേഴ്സണൽ സ്പേസ് ഉള്ള ആൾക്കാരെ അധികം ഒത്തിരി അങ്ങനെ ആളുടെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് വിളിക്കാന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അദ്ദേഹത്തിന് ഇല്ല. ഇപ്പം ബാലുവിനെ സംബന്ധിച്ചിടത്തോളം ബാലു ഹി ഹിംസെൽഫ് അതുപോലൊരു ലൈവ് ഷോസും ഒക്കെ ആയിട്ട് തിരക്ക്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സ്റ്റീഫൻ ആദ്യം റഹ്മാൻ സാറിന്റെ കൂടെ പ്ലേ ചെയ്തിരുന്നു. ആൻഡ് സ്റ്റീഫൻ ഒരു ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ വളരെ ഒത്തിരി ഷോസ് ചെയ്യുകയും അങ്ങനെ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സിനാരിയോയില് അതർ കീബോർഡിസ്റ്റ്. അപ്പം പുള്ളി അങ്ങനെ ഒരു സ്പേസ് കാണുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടും കൂടി ആയിരിക്കാം. ദീപു പറഞ്ഞ കറക്റ്റ് ആണ്. എക്സാക്ട്ലി, പ്രോബബ്ലി അത് ശരിയാണ്. കാരണം ഒരു ഷോമാൻ ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് സെന്റർ സ്റ്റേജ് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാവാം ഒരു പക്ഷേ അത് കൺസിഡർ ചെയ്യാതിരുന്നതാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇപ്പം റഹ്മാൻ സാറിന്റെ ഷോസ് നോക്കുകയാണെങ്കിൽ തന്നെ മറ്റേ ടോപ്പ് ലൈൻ ഓഫ് സിംഗേഴ്സ്, സീനിയർ സിംഗേഴ്സ്, അല്ലെങ്കിൽ ആ സിംഗേഴ്സ് മാത്രം വെച്ച് ഷോ ക്യാപ്ചർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിംഗേഴ്സിനെ ഇപ്പൊ അദ്ദേഹം വിളിക്കുന്നില്ല. ആദ്യമൊക്കെ SPB സാർ ഉണ്ടായ സമയത്ത് SPB സാർ, ഹരിജി, ചിത്രാമ, മറ്റേ സാധന സർഗം, അവരൊക്കെ വെച്ച് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ അത് മാറി യങ്സ്റ്റേഴ്സും, അതായത് മെയിൻ ഷോ പുള്ളിങ് ആയിട്ടുള്ള ആൾക്കാരല്ലാത്ത ആൾക്കാരെ കൂടുതൽ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. കാരണം അദ്ദേഹം തന്നെയാണ് ഷോമാൻ. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം, ആ ഒരു റേഞ്ചിൽ വാല്യൂ ഉള്ളതുകൊണ്ടായിരിക്കാം വിളിക്കാതിരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് യാത്രകള് എനിക്ക്, നിങ്ങൾ രണ്ടുപേരും ബാലുവിന്റെ കൂടെ ഷോസിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കകത്തോ അല്ലെങ്കിൽ പുറത്തേക്കോ ഒക്കെ പോയ ഓർമ്മകളുണ്ടോ? ഉണ്ട്. എനിക്ക് എന്റെ ഷോന് ഞാൻ ബാലുവിനെ ഫീച്ചർ ചെയ്യാറുണ്ടായിരുന്നു. അതായത് എന്റെ ഷോന് ഒരു 8 to 10 minutes ബാലഭാസ്കറും ഞാനും എന്റെ ഫ്ലോട്ടിസ്റ്റ് നിഖിലും ഉള്ള ഒരു ജാം സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സെഷൻ ആദ്യം നമ്മളിവിടെ കൊച്ചിയിൽ ഒരു സ്ഥലത്ത്
ആ ഷോ നടത്തിയപ്പം ആ ഷോയില് ബാലുവിനെ വിളിച്ച് ഗസ്റ്റ് ആയിട്ട് ഫീച്ചർ ചെയ്തപ്പോൾ അത് വളരെ എന്താ പറയണ്ട, ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് എന്റെ ഷോ എവിടെ വരുമ്പോഴും അങ്ങനത്തെ ഒരു സോങ് ബാലു കൂടെ വേണം എന്നൊരു എഡിക്ഷൻ ആയിപ്പോയി. കാരണം ബാലു വന്നിട്ട് എന്റെ പാട്ടുകളുടെ തന്നെ ഒരു മെഡ്ലിയാണ് വായിക്കുന്നത്. അപ്പം ഈ മെഡ്ലിയെ വായിക്കുമ്പോൾ പലപ്പോഴും ആ പാട്ടുകൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ആസ് എ കമ്പോസർ ഉണ്ടായ ചില ഇമോഷൻസ്, അത് ഇപ്പം പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇമോഷൻസ് വേറൊരാൾ ചെയ്യുമ്പോൾ കിട്ടണം എന്നില്ല. കാരണം അതിന്റെ സിംപ്ലിസിറ്റി ആവാം, അല്ലെങ്കിൽ അതിന്റെ ഫീൽ ആവാം. പക്ഷെ ബാലു അത് വായിച്ചപ്പം ഞാൻ പോലും അറിയാതെ കോരിത്തെരിച്ചു പോയി. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു വൈബാണ് പുള്ളി വായിക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റേജിൽ കിട്ടിയത്. ഒബ്വിയസ്ലി നമ്മളൊരു പാട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ സ്വയം ഒരു വൈബ് കിട്ടുമ്പോഴല്ലേ നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇത് ആണ് എന്റെ ട്യൂൺ എന്ന് പറഞ്ഞ് ഡയറക്ടറിനെ കേൾപ്പിക്കുന്നത്. ആ ഒരു ഫീലിംഗ് ബാലു സ്റ്റേജിൽ നിൽക്കുമ്പം എന്റെ പാട്ടുകൾ വായിക്കുമ്പോൾ അത് മെഡ്ലി ആയിരുന്നു. ഞാൻ ഒരിക്കലും ലൈവ് ഷോസിലൊന്നും പെർഫോം ചെയ്യാത്ത എന്റെ സ്വന്തം പാട്ടുകളായ ഈ ഷിലയിൽ നിന്നും ക്രോണിക് ബാച്ചലറിലെ അങ്ങനത്തെ പാട്ട്, പിന്നെ ഇന്നലകളെ, ഈ പാട്ടെല്ലാം ബാലു വന്ന് അത് ഒരു മെഡ്ലി ആയിട്ട് വായിക്കുമ്പോൾ അതിന് വേറൊരു ഫീൽ ആയിരുന്നു. ശരിക്കും നമുക്ക് ഒരു അഡിക്ഷൻ ആയി മാറും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാലു ഇല്ലാതെ, അല്ലെങ്കിൽ ബാലുവിന്റെ കൂടെ ആ ഒരു സോങ് ഇല്ലാതെ എന്ത് ഷോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്ക് വരും. അങ്ങനെ ദുബായിൽ നമ്മൾ ഒരുമിച്ച് പോയി, അവിടെയും വായിച്ചു. വേറെ 1-2 സ്റ്റേജസിൽ ബാലു വന്നിരുന്നു. തീർച്ചയായിട്ടും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ്. ഞാൻ ഓർക്കുന്ന 2 ഇൻസിഡന്റ്. ഒന്ന്, ഞാനും സ്റ്റീഫനും ബാലുവും കൂടെ ഞങ്ങള് തൃശ്ശൂർ വെച്ച് ഞങ്ങളൊരു ഷോ ചെയ്തായിരുന്നു, ലുലുവിൽ വെച്ചിട്ട്. ആൻഡ് അതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, നോർമലി നമ്മളൊക്കെ ഇൻഡിവിജ്വലി ചെയ്യുന്ന ഷോ പോലെയല്ല. ഞങ്ങൾ അതിന് മുമ്പ് ഒത്തിരി ഹോംവർക്ക് ചെയ്തു. ഓരോരുത്തരുടെയും ഒരു പ്രോമിനന്റ് പ്ലേസിൽ വരുന്ന അതൊരു ഫ്യൂഷൻ ഷോ ആയിരുന്നു. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ വരാം, അപ്പൊ എന്റെ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു സെഗ്മെന്റ് അതിൽ അവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്നു. ബാലുവിന്റെ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു ഏരിയ അവിടെ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, സ്റ്റീഫന്റെ. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്തു. പിന്നെ ലൈവില് നമ്മൾ നേരിട്ട് വന്ന് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇംപ്രൂവൈസേഷൻസ് വായിച്ചങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും ചിലപ്പം പുള്ളി അങ്ങ് വേറൊരു ലെവലിലോട്ട് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴും ഞാൻ ചെറിഷ് ചെയ്യുന്നൊരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു അക്കലൈഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അതുപോലെ തന്നെ വേൾഡ് മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനൊക്കെ അദ്ദേഹം വന്ന് വായിച്ചു. ഫ്രീ ആയിട്ട് ഫുൾ ഇതായിട്ട്. ഞാനിങ്ങനെ ചോദിച്ചു, ബാലു നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, എനിക്കത് നല്ല രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ചേട്ടാ ഒരു കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് വരും, ഞാൻ എൻ്റെ വണ്ടി തന്നെ എടുത്ത് ഞാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്ന് ആ ഒരു ഷോ ശരിക്കൊരു ഞങ്ങൾ സാധാരണ ചെയ്യുന്ന പുറത്തുള്ള സെക്യുലർ ഷോ പോലെ ആയിരുന്നില്ല. ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അവിടെ ഉണ്ടായിരുന്ന വന്ന എല്ലാവർക്കും ഒരു ഭയങ്കര അന്ന് അവിടെ വെച്ചിട്ട് ബാലു സ്റ്റേജിൽ പ്ലേ ചെയ്ത് വിട പറയുകയാണോ എന്നുള്ള പാട്ട്, ആ ഒരു സോങ് വയലിനിൽ പ്ലേ ചെയ്തിട്ട് റിയലി എന്താ പറയാ, ഇന്ന് ഞാനിപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. കാര്യം ബാലുവിന്റെ കയ്യിൽ നിന്ന് ആ ഒരു സോങ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു മീനിങ് ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരും ബർത്ത്ഡേ അടുത്തടുത്താണ്. അപ്പം ഞാൻ ആക്ച്വലി ബാലു മരിക്കുന്ന സമയത്ത് ഞാൻ US-ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പൊ എന്നെ വിളിച്ച് കിട്ടാതെ ആയപ്പോഴത്തേക്ക് വോയിസ് നോട്ട് ഇട്ടു. അപ്പൊ ഞാൻ US-ൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വോയിസ് നോട്ട് കേൾക്കുന്നത്. വോയിസ് നോട്ട് കേട്ടിട്ട് ഞാൻ തിരിച്ച് വോയിസ് നോട്ട് ഇട്ടു. ദെൻ വിളിച്ചു, സംസാരിച്ചു. ഞങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ബാലു ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്കത് ആ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 1 വീക്കിന്റെ ഉള്ളിലാണ് മരിച്ച വിവരം ഞാൻ അറിയുന്നത്. അപ്പോ അതൊരു ഭയങ്കര ഒരു ഷോക്കായിരുന്നു ശരിക്കും. കാര്യം ഒരു ലൈവായിട്ട് നിൽക്കുന്ന നമ്മുടെ മുമ്പിൽ ജീവനോട്. പിന്നെ എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് മരിച്ചതിന് ശേഷമുള്ള ബാലുവിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അവിടെ ആയിരുന്നുകൊണ്ട് എനിക്ക് ഫ്യൂണറലിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ഹാവ് ദാറ്റ് ലിവിങ് മെമ്മറീസ്. അങ്ങനെ ഒരു നെറ്റിലൊക്കെ കണ്ടുവെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു പെർഫോം ചെയ്യുന്ന ബാലുവിന്റെ ഫേസ് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് 1, 2, 3 നമ്മുടെ റിമിയുടെ കൂടെ എൻ്റെ അത് ദാറ്റ് വാസ് ഒരു എന്താ പറയാ വേറൊരു ഒരു ലെവലിലുള്ള ഒരു സമയം. എനിക്കത് ഇപ്പോഴും കാണുമ്പോഴത്തേക്കൊരു ഭയങ്കര ഫീല് ആണ് എനിക്ക്. വളരെ ക്ലോസ് ആയിട്ട്
അടുത്തിരിക്കുന്ന തമാശകൾ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അനുഭവം എൻ്റെ മനസ്സിൽ എനിക്ക് എപ്പോഴും തന്നിട്ടുണ്ട്. ഈ സംഗീതത്തിനപ്പുറത്ത് ഒരുപാട് ഇഷ്ടങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു ബാലു. ബാലു പലപ്പോഴും ഈ അഭിമുഖങ്ങളിലൊക്കെ പറയാറുണ്ട്, എനിക്ക് നല്ല ഭക്ഷണം ഇഷ്ടമാണ്. അതുപോലെ ഈ ഫാഷൻ ട്രെൻഡ്സ് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 2000 മുതൽ ബാലുവിനെ ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഓരോ സമയത്തെയും ഫാഷൻ ആ ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരു രീതി. പിന്നെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ, അപ്പോൾ അവരുടെ യൂണിവേഴ്സിറ്റി പഠിച്ച ആൾക്കാർ മുതൽ ആർട്ടിസ്റ്റുകളും അതിനപ്പുറത്തുള്ള ഒരുപാട് സൗഹൃദങ്ങൾ. ജീവിതം നന്നായിട്ട് ആസ്വദിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഫിലോസഫി എന്ന് ഞാൻ പല സമയത്തും ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ തിരക്കുകൾക്കപ്പുറം ചിട്ടയായ പരിശീലനം, ഇതൊക്കെ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക? ഇത് ഞാനും ശ്രദ്ധിച്ചിരുന്നു. കാരണം ആ സമയത്ത് ഇപ്പം സൂപ്പർ സ്റ്റാറിന്റെ ഷൂട്ട് ആണെങ്കിലും നമ്മൾ എല്ലാ ആഴ്ചയും ഉണ്ടായിരുന്നു. എവറി സാറ്റർഡേ ഓർ സൺഡേ ഏതൊരു ദിവസമായിരുന്നു ഷൂട്ട്. എന്നിട്ട് ദാറ്റ് ഈസ് ടെലികാസ്റ്റഡ് ഓൾ റൗണ്ട് ദ വീക്ക്. അപ്പം ആ സൺഡേ നമ്മൾ ടെലികാസ്റ്റിന് ഷൂട്ടിന് വരുന്ന സമയത്ത് കോസ്റ്റ്യൂംസ് നമ്മളൊക്കെ തന്നെയാണ് വാങ്ങിയത്, ചാനൽ പ്രൊവൈഡ് ചെയ്യായിരുന്നില്ല. അപ്പം ഞാൻ ഈ സൺഡേ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ സൺഡേ രാവിലെ സാറ്റർഡേ ഈവനിങ് ഫ്ലൈറ്റ് വരുമ്പോൾ സാറ്റർഡേ രാവിലെ ആയിരിക്കും ഞാൻ പോയി ഷർട്ട് ഏതെങ്കിലും ഒരെണ്ണമൊക്കെ വാങ്ങിയിട്ട് ഷൂട്ടിനുള്ള ഷർട്ട് വാങ്ങിയിട്ട് ചെന്നൈയിൽ നിന്ന് വരുന്നത്. അപ്പൊ ആ സമയത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും ബാലു കാണുമ്പോൾ ബാലു പറയാനുണ്ടോ, ദീപുവിന് പിന്നെ എന്ത് ഷർട്ടും ഓക്കെയാണ്, എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ചില എന്താ പറയണ്ട സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഞാൻ അന്നും കുറെ നാളും ബാലു പറഞ്ഞത് ഫാബ് ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഫാബ് ഇന്ത്യയുടെ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഷോർട്ട് കുർത്തയുണ്ട്. അന്ന് ബാലു അതായിരുന്നു ഇട്ടിരുന്നത്. ബാലു പറഞ്ഞ എനിക്ക് ഈ ഷോർട്ട് കുർത്ത ഹാഫ് സ്ലീവ് ആയിരിക്കണം, അതല്ലെങ്കിൽ ഐ എം നോട്ട് കംഫർട്ടബിൾ. ഞാൻ പറഞ്ഞു അതിപ്പോ കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇല്ല, കിട്ടിയില്ലെങ്കിൽ ഉള്ളത് തന്നെ ഇടും, വേറെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്ക് ഒരു എന്താ സിഗ്നേച്ചർ ലുക്കിൽ വളരെയധികം വിശ്വസിക്കുന്ന ഒരാളാണ്. ബാലഭാസ്കർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് കുർത്ത ഹാഫ് സ്ലീവ് എന്ന് ഉള്ളൊരു ലുക്കാണ് പുള്ളിനെ പറ്റിയിട്ട് സങ്കല്പിക്കുന്നത്. അങ്ങനെ ആയ സ്ഥിതിക്ക് ഇപ്പോ ആ ഒരു സൺഡേ നമ്മൾ ഉദ്ദേശിച്ച മാതിരി കിട്ടിയില്ലെങ്കിൽ he would rather repeat the same dress than go for something that he's not comfortable. അപ്പൊ അങ്ങനെ സ്റ്റൈലിന്റെ കാര്യത്തിൽ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് അതാണ് പെട്ടെന്ന് ഓർക്കാൻ പറ്റിയൊരു സംഭവം. പിന്നെ അഫ്കോഴ്സ് ചിട്ട ബാലുവിന്റെ ലൈഫിൽ എപ്പോഴും ഒരു ചിട്ട ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ഇപ്പം മെഡിറ്റേഷന്റെ കാര്യങ്ങളാണെങ്കിലും ബ്രീതിങ് ആണെങ്കിലും ഇതെല്ലാം എനിക്ക് ബാലുവിന്റെ അടുത്താണ് കുറച്ചും കൂടിയും ഇതിനെ പറ്റിയിട്ട് എന്താണ് സംഭവങ്ങൾ എന്നൊക്കെ മനസ്സിലാവുന്നത്. കാരണം ബാലു അതൊക്കെ ചെയ്യുന്നതാണ്. ബ്രീതിങ്ങും പ്രാണായാമയിലൊക്കെ വളരെയധികം വിശ്വസിച്ച് അത് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരിടക്ക് സ്പോൺലൈറ്റിസിന്റെ പ്രശ്നം വന്നു. അത് ദുബായ് ഷോ, ഞാൻ നേരത്തെ പറഞ്ഞ ഷോന് ചെന്ന് കഴിഞ്ഞപ്പം സ്പോൺലൈറ്റിസ് ഒരു കഴുത്തിന്റെ താഴെ നിന്ന് ആ പെയിൻ തുടങ്ങി അത് ഒരു കൈയിലെ ലെഫ്റ്റ് ഹാൻഡിലെ ഒരു വിരലിലേക്ക് ആ പെയിൻ റേഡിയേറ്റ് ചെയ്യും. അപ്പൊ ആ സ്റ്റേജിൽ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഒരു വിധത്തിലും എനിക്ക് കീബോർഡ് വായിക്കാൻ പറ്റുന്നില്ല. കാരണം എന്റെ ലെഫ്റ്റ് ഹാൻഡിന്റെ സെൻസിറ്റിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു. അപ്പം ഈ പിയാനോ വായിക്കുന്ന സമയത്ത് സെൻസിറ്റിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അറിയാതെ ഹാർഡായിട്ട് അടിച്ചു പോയാലോ സോഫ്റ്റ് ആയിട്ട് അടിച്ചു പോയാലോ അതിന്റെ ടോട്ടൽ ഡൈനാമിക്സ് മാറും മ്യൂസിക്കിന്റെ. അപ്പൊ ഞാൻ വായിക്കുന്ന സമയത്ത് അറിയാതെ ഞാൻ എന്റെ ലെഫ്റ്റ് ഹാൻഡ് ഓവറായിട്ട് ഹാമർ ചെയ്ത് വായിക്കായിരുന്നു. അപ്പൊ എന്റെ കൂടെയുള്ള എന്റെ അസിസ്റ്റന്റ് പ്ലേയേഴ്സ് ഒക്കെ എന്റെ അടുത്ത് വന്നിട്ട് ലെഫ്റ്റ് ലൗഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ കൈയുടെ സെൻസിറ്റിവിറ്റി അറിയുന്നില്ല, ഇത് മരവിച്ചു പോയിട്ട് ഈ സ്പോൺലൈറ്റിസിന്റെ പെയിൻ ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ബാലു എന്റെ അടുത്ത് വന്നിട്ട് ദീപു ഇത് പേടിക്കുകയോ വേണ്ട, എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു വയലിനിസ്റ്റിന് ലെഫ്റ്റ് ഹാൻഡിൽ ഒരു വിരലിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതം പോയില്ലേ. അതുകൊണ്ട് എന്നിട്ട് ഞാനിത് പോയി ആയുർവേദിക് ട്രീറ്റ്മെന്റ് ചെയ്ത് കംപ്ലീറ്റ് ക്യൂർ ചെയ്തെടുത്തതാണ്. അതേ സ്ഥലം ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ് ബാലു എനിക്ക് അവിടുന്ന് ദുബായിൽ വെച്ച് എവിടെയാണ് ഇതിന്റെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ എന്താ പറയണ്ട ഔട്ട്സൈഡ് ദ യൂഷ്വൽ എന്തൊക്കെ അതിനുള്ള സംഭവങ്ങളുണ്ട് ഇതെല്ലാം ബാലുവിന് കറക്റ്റ് ആയിട്ട് എങ്ങനെങ്കിലൊക്കെ പുള്ളിയുടെ തലയുടെ അകത്ത് ഈ സംഭവം ഉണ്ടാവും. എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ആയുർവേദിക് ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും അല്ലെങ്കിൽ ഒഴിച്ചലാണെങ്കിലും അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ ടെക്നീക്സും ഇതെല്ലാം പുള്ളിയുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഒരു കർണാട്ടിക് മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ സാധകം വളരെ ശക്തമായിട്ട് പാലിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അതെനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു ടീച്ചറിന്റെ പ്രത്യേകത കൂടിയാണെന്ന് തോന്നുന്നു. ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പഠന രീതിയിലായിരുന്നു എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്, പഠിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ അത് പുള്ളി തീർച്ചയായിട്ടും അത് കൊണ്ടുവരുമായിരുന്നു. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയങ്ങളിൽ തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇന്ന സമയം വരെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്, അതുണ്ട്. അപ്പൊ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുള്ളി ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു തീർച്ചയായിട്ടും ആ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ഡെഡിക്കേഷൻ
പിന്നെ ഈ സ്റ്റൈലിനെ പറ്റിയൊക്കെ ഞാൻ ഇവരെ രണ്ടുപേരിൽ നിന്നാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുള്ളത്. ഞാൻ ഈ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധയില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അപ്പോ ബാലുവിനെയും ദീപുവിനെയും ഇവരുടെ സ്റ്റൈൽ കണ്ടിട്ടാണ് ഞാനും കുറച്ചൊക്കെ ഒന്ന് ശരിയാകണം, മറ്റുള്ളവരുടെ മുമ്പിൽ ഇരിക്കണം എന്നായിരുന്നു, കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരു തോട്ട് കിട്ടിയിട്ടുള്ളത്. എനിക്കൊരു മോഡൽസ് ആയിരുന്നു ഇവര് അന്ന്. ഇന്നിപ്പോ ഞാൻ അൽഫോൺസിന്റെ സ്റ്റൈലൊക്കെ അടിച്ചു മാറ്റി തുടങ്ങി. ഇടയ്ക്ക് ബാലു ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രഖ്യാപനം നടത്തി. അത് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് വിഷമം ഉണ്ടായ കാര്യം. പക്ഷെ അത് പിന്നീട് പെട്ടെന്ന് തിരുത്തി. പുള്ളി സംഗീത പരിപാടികളൊക്കെ നിർത്തുകയാണെന്നുള്ളത്. കുറച്ച് ഭാരം ഇറക്കി വെക്കാനുണ്ട്, പലരെയും വിശ്വസിച്ചു പോയി എന്നൊക്കെ ബാലു അഭിമുഖങ്ങളിലൊക്കെ പറയുകയും ചെയ്തു. ഈ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനത്തിന് അറിയാത്ത പല കാര്യങ്ങളുണ്ട്. ഒരു കംപ്ലീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, പ്രോഗ്രാമിന്റെ ബുക്കിംഗ്, ട്രാവൽ മാനേജ്മെന്റ്, കൂടെയുള്ള മറ്റ് ആർട്ടിസ്റ്റുകളുടെ മാനേജ്മെന്റ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിക് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയൊക്കെ ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒഴിവാക്കാനായിട്ട്, ഞാനിപ്പോൾ ഇത് ചോദിക്കുന്ന പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, വളരെ സീനിയർ ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് എന്നുള്ള രീതിയിൽ ബാലുവിന് വന്ന ചില പ്രശ്നങ്ങൾ പുതിയ ആൾക്കാർക്ക് വരാതിരിക്കാനായിട്ട് എന്തൊക്കെയാണ് പൊതുവെ ശ്രദ്ധിക്കേണ്ടത്? ബാലുവിനെ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് മനസ്സിലായത്, നമ്മൾ നേരത്തെ പറഞ്ഞു കംപ്ലീറ്റ് ചിരി ഇല്ലാത്തൊരു ബാലു ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ആ ചിരിയുടെ ഉള്ളിൽ പലപ്പോഴും പല ഇമോഷൻസും ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. ഹേർട്ട് ആണെങ്കിൽ കൂടെ ചിരിച്ചുകൊണ്ട് സ്മൈൽ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് പറഞ്ഞത്. പക്ഷെ ആ ചിരിയിൽ തന്നെ പുള്ളിക്ക് പല ഇമോഷണൽ എന്താ പറയേണ്ട ഫ്ലക്ച്വേഷൻസ് വരുന്ന സമയത്ത് പുള്ളി ഓവർ ഇമോഷണൽ ആയിട്ട് ചില കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ലൈഫിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇതോടെ ഞാൻ സംഗീതം നിർത്തുകയാണ് എന്നുള്ള ഡിക്ലറേഷൻസും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തു പോകുന്നത്. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ ഞാൻ ഓർത്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ ബാലു ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു തേർഡ് പാർട്ടിയാണ് നമ്മളെ ഹേർട്ട് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഒരു മാനേജറോ അല്ലെങ്കിൽ വേറെ വല്ല ഫ്രണ്ടോ അല്ലെങ്കിൽ കൊളീഗോ ഏതൊരാളും എന്തെങ്കിലും രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് നമ്മളുടെ ലൈഫും നമ്മൾക്ക് ദൈവം തന്ന ഒരു ടാലന്റിനെ അയാൾക്ക് സ്വാധീനിക്കാൻ പറ്റരുത്. അത് നമ്മളുടെ ഒരു പ്രോപ്പർട്ടി, ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ഡീലാണത്. ഒരാളുടെ ഒരു സ്വഭാവം കാരണം നമ്മളുടെ ഒരു ടാലന്റ് അല്ലെങ്കിൽ നമ്മളുടെ ഡിവൈനായിട്ട് കിട്ടിയിരുന്ന ഒരു ബ്ലെസ്സിങ് നമ്മൾ വേണ്ടാന്ന് വെക്കരുത്. അവരെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളത് യൂസ് ചെയ്യുക, അവരെയാണ് വേണ്ടാന്ന് വെക്കേണ്ടത്, അല്ലാതെ ടാലന്റ് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പുതിയ ഇതിപ്പോ ഞാൻ പറയുന്നത് ബാലുവിനെ പറ്റിയല്ല, ഈ അഡ്വൈസ് ഞാൻ കൊടുക്കുന്നത് അപ്കമിങ് ജനറേഷൻസിനാണ്. നമ്മളുടെ ടാലന്റിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടാലന്റിൽ മാത്രം വിശ്വസിച്ചിരിക്കുക. ഓഫ്കോഴ്സ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എല്ലാം ഇന്ന് വളരെ നെസസറി ആണെന്നുള്ളൊരു ഫാക്ട് ഉണ്ട്. എങ്കിൽ കൂടെ ഹ്യൂമൻ ബീങ്സിന് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കരുത്, അതാരാണെങ്കിലും. അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ടാലന്റിന്റെ മുകളിലുള്ള ഫോക്കസ് ഓവറായിട്ട് നമ്മൾ ഡൈവേർട്ടഡ് ആവും. അപ്പൊ അത് ഡൈവേർട്ടഡ് ആയി കഴിഞ്ഞാൽ ടാലന്റിനെ എഫക്ട് ചെയ്യും. പിന്നെ സോഷ്യൽ മീഡിയയുടെ മുകളിൽ അവിടെ എന്തൊക്കെ പറയണം എന്തൊക്കെ പറയരുത് എന്ന് തിരിച്ചറിഞ്ഞിട്ടേ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എക്സാക്ട്ലി, ട്രൂ, വെരി ട്രൂ. എനിക്ക് തോന്നിയൊരു കാര്യം ഇതായിരുന്നു. അതായത് പലപ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അതായത് നമ്മള് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എന്നൊരു വ്യക്തി, എനിക്ക് എൻ്റെതായ തനതായിട്ടുള്ള എനിക്കൊരു ശൈലി ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഡീൽ ചെയ്യുന്ന രീതികളും കാര്യങ്ങളും ഉണ്ടാവും. അത് പലപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യാറില്ല ഒരു മാനേജറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളുടെ ആ ഒരു ഭാഗം ഏറ്റെടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഡീലിങ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ വേറെ ആൾ സംസാരിക്കേണ്ടി വരും. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്കും പല മാനേജേഴ്സും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആദ്യമൊക്കെ. പക്ഷെ ഇപ്പോ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ അവർ മാനേജേഴ്സ് ബോറായിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ അല്ല. പക്ഷെ വാട്ട് ഐ ഫെൽറ്റ് ഈസ്, ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പറയുന്നതിനേക്കാൾ എന്താ പറയാ, അത് നമ്മൾ തന്നെ പറയുന്നതാണ് എപ്പോഴും നല്ലത്. ആൻഡ് പീപ്പിൾ വോണ്ട് ടു ടോക്ക് ടു അസ് സ്ട്രേറ്റ്, അല്ലേ ദീപു? എനിക്കത് തോന്നിയിട്ടില്ല. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ചില കാര്യങ്ങള് 1 to 1 തന്നെ അത് ഡീൽ ചെയ്യുന്നതാണ് ശരി. അത് ആള് നോക്കിയിട്ട്, അതായത് ഇപ്പൊ നമ്മള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അത് മാനേജേഴ്സ് വഴി അല്ലാതെ നമ്മൾ ഡയറക്റ്റ് പറയുമ്പം ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടെ അത് മാനേജേഴ്സ് പറയുന്നതിനേക്കാളും വളരെ സേഫ് നമ്മൾ പറയുന്നതായിരിക്കും. പക്ഷെ പലപ്പോഴും ആൾക്കാർ വിചാരിക്കും
ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മാനേജേഴ്സിനെ കൊണ്ട് സംസാരിപ്പിച്ചു കഴിഞ്ഞാൽ എളുപ്പമായി കാര്യം. പക്ഷെ ഈ മാനേജേഴ്സ് മതി അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ മിസ്ഇന്റർപ്രിട്ടേഷൻ വരാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് മറ്റേ എൻഡിലുള്ള ആളുടെ അടുത്ത് പറയാ എന്നാണ് എനിക്ക് തോന്നുന്നത്. അൽഫോൺസ് പറഞ്ഞത് തന്നെ കറക്റ്റ്. അപ്പം ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ഇമോഷൻസും നമുക്ക് വലിച്ചെറിയാനുള്ള ഒരു സ്ഥലമായിട്ട് മാറരുത് സോഷ്യൽ മീഡിയ. തീർച്ചയായിട്ടും അത് വളരെ അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട കാര്യമാണ് ദീപു, വളരെ റൈറ്റ്ലി സെറ്റ്. അപ്പൊ ആ ഒരു ഇതായിരിക്കാം. പിന്നെ എന്താ പറയുന്നത്, മനുഷ്യന്റെ ലൈഫിലുണ്ടാവുന്ന ഉയർച്ച താഴ്ചകള് അത് തന്നെയാണല്ലോ നമ്മുടെ മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും മ്യൂസിക്കില് അത്രയും ഹൈറ്റിലേക്കും താഴേക്കും വന്നുകൊണ്ടിരിക്കുന്ന മ്യൂസിക് ഉള്ള ബാലുവിന്റെ ലൈഫിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും. അതിന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് ഞാൻ കരുതുന്നത് അന്നേരം ഉണ്ടായി. പക്ഷെ ഈ റിക്കവേർഡ് ഇറ്റ്, പുള്ളി അതിനെ റിക്കവർ ചെയ്ത് പുള്ളി തിരിച്ചു വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡായിട്ട് ഞാൻ കാണുന്നത്. ആർട്ടിസ്റ്റുകളും പെർഫോമേഴ്സും ഒക്കെ നിരന്തരം യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ആസ്വാദകർ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. അവര് പെർഫോം ചെയ്യുന്നു, അവർ ധനം സമ്പാദിക്കുന്നു, പക്ഷെ അതോടൊപ്പം തന്നെ അവർ സേഫ്റ്റിയെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാത്ത രീതിയിൽ. ഇപ്പൊ ബാലുവിന്റെ ഒരു അപകടം, ഒരു വാഹനാപകടത്തിൽ പോകേണ്ട ഒരു അങ്ങനെ കരിയർ അങ്ങനെ നമ്മുടെ മുന്നിൽ നിന്ന് പോകേണ്ട ഒരാളല്ല ബാലഭാസ്കർ. അപ്പൊ ഈ പുതിയ തലമുറ, നമുക്ക് ഇനി ഇപ്പൊ വളർന്നു വരുന്ന ആൾക്കാര് സേഫ്റ്റിയെ കുറിച്ച്, അവർ ഉപയോഗിക്കുന്ന കാറാണെങ്കിലും അവർ താമസിക്കുന്ന സ്ഥലം, ഇതൊക്കെ നിങ്ങൾക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ പുതിയൊരു തലമുറ ഇങ്ങനെയൊക്കെ അവർ ഈ പെർഫോമൻസും പണവും ഒന്നും അല്ല, അതിനപ്പുറത്തേട്ട് നമ്മുടെ ലൈഫിനെ കാണേണ്ട ഒരു രീതിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്കൊരു കാര്യം ഞാൻ എപ്പോഴും കരുതുന്ന ഇതാണ്, ഫിസിക്കൽ ഇതിന്റെ പോലെ തന്നെ ഒരു പേഴ്സണൽ ഹൈജീൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു പേഴ്സണൽ ഇന്റേണൽ ഹൈജീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു മെന്റൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആർട്ടിസ്റ്റ്. അത് ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലായിക്കൊള്ളട്ടെ, നമ്മൾ വെക്കുന്ന ചില സ്റ്റെപ്പുകളിലായിക്കൊള്ളട്ടെ, അതിനകത്ത് ഒരു ഇന്റേണൽ ഹൈജീൻ ഇല്ലെങ്കിൽ അത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആൻഡ് ഈ പറഞ്ഞ രീതിയിലുള്ള ഇപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ കാര്യമാണെങ്കിൽ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഭയങ്കര ടയർഡ് ആയിരിക്കും. അപ്പോൾ വി വോണ്ട് ടു ജസ്റ്റ് ലൈ ഡൗൺ, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങാൻ നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സീറ്റ് ബെൽറ്റ് ഇടണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില റൂൾസ് ഉണ്ട്. അത് ട്രാവലിങ്ങിന് ആവശ്യമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളത് പാലിച്ചിരിക്കണം. എന്ന് പറഞ്ഞ പോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സെഗ്മെന്റിലും നമുക്ക് ചില റൂൾസ് ഉണ്ട്, അത് നമ്മൾ കാത്തു പാലിക്കണം. അത് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ നമുക്കൊരു ഫ്രീ മൈൻഡ് ഉള്ള ഒരു വ്യക്തികളാണ് എല്ലാവരും. നമ്മൾ കുറച്ചൊരു വി വോണ്ട് ടു റിലാക്സ്ഡ് മൈൻഡ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. പല കാര്യങ്ങളിലും ചിലപ്പോൾ റൂൾസ് നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ആ ആർട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു സാധനമാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും there should be some kind of ലൈൻ വരയ്ക്കണം. അത് അരുൺജി പറഞ്ഞത് കറക്റ്റാണ്. ആ ഒരു ഇത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പലരും പല ആർട്ടിസ്റ്റുകളും വരുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ മുമ്പിൽ ഇതൊരു വിശാലമായിട്ടുള്ള ഒരു ലോകമാണ്. നമ്മൾ കാണുന്ന ഒരു വളരെ ഈസി വേ ഔട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലൈറ്റ്സും കാര്യങ്ങളും ഒരു വേറൊരു ഫാന്റസി വേൾഡ് അല്ല ഇത്. ആക്ച്വലി ദർ ആർ റഫ് റോഡ്സ്. അപ്പൊ അവിടെ മുന്നോട്ട് പോകാനായിട്ട് ദീപുവിനും കൃത്യമായിട്ട് പറയാൻ പറ്റും. നമ്മൾ എന്തുമാത്രം കഷ്ടപ്പാട് സഹിച്ച് പലരുടെയും മുൻപിൽ നമ്മൾ ഒന്നുമല്ലാതെ നിന്നും സഹിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ആ റോഡ് ട്രാവൽ ചെയ്യാനായിട്ട് പലപ്പോഴും പുതിയ കുട്ടികൾക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ഒരു ഡിസ്ലൈക്ക് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് ഇല്ലാത്ത കുട്ടികളാണ് ഇപ്പോൾ വരുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്യൂച്ചറിൽ ഈ ഒരു രീതിയിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ പോയിന്റുകളെല്ലാം ശ്രദ്ധിക്കണമെന്നില്ല. എനിക്ക് ആസ് ട്രാവലിംഗ് മ്യൂസീഷ്യൻസ് നമ്മളുടെ പ്ലാനിങ് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ നമ്മൾ ഇത്ര മണിക്കൂർ ഇത്ര സ്പീഡിൽ പോയാൽ ഇത്ര സമയത്തിന്റെ ഉള്ളിൽ എത്തും എന്നുള്ളൊരു പ്ലാനിങ് എടുത്തിട്ട് അത് ലേറ്റ് ആയി പോയാൽ പിന്നെ സ്പീഡ് കൂട്ടി ഓട്ടത്തിൽ ശരിയാക്കുക എന്ന് പറയുന്ന ഒരു പോളിസി നമ്മൾ ഒരിക്കലും വെക്കരുത്. കാരണം ഈ സ്പീഡ് കൂട്ടുമ്പം നമ്മൾ ഒരു ഷോന് സമയത്ത് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോ കഴിഞ്ഞ് വീട്ടിൽ സമയത്ത് എത്താൻ വേണ്ടിയിട്ടായിരിക്കാം സ്പീഡ് കൂട്ടുന്നത്. പക്ഷെ സ്പീഡ് കൂട്ടുന്നതിന്റെ ഒപ്പം
ആ ഒരു പാക്കേജിൽ വലിയൊരു റിസ്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്ന് പറയുന്നത് ഈ ആക്സിഡൻസ് ഉണ്ടാവാം. പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് നേരത്തെ എത്തിയില്ലെങ്കിൽ ഒരു ഷോനാണെങ്കിൽ ഞാൻ ആസ് എ പെർഫോമർ ഞാൻ പറയാണ്, ശരിയാണ് അവിടെ കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ലൈഫിനെ റിസ്ക് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. കുറച്ച് നമ്മൾ ഒരു അരമണിക്കൂർ ലേറ്റ് ആയാലും ആ അരമണിക്കൂർ ലേറ്റ് ആയിട്ട് എത്തിയിട്ട് ഗിവ് എൻ അപ്പോളജി, ബട്ട് ഡോണ്ട് റിസ്ക് യുവർ ലൈഫ്. ചിലപ്പോൾ ആ അപ്പോളജി ഒഴിവാക്കാൻ വേണ്ടി പിന്നെ ആളെ ഉണ്ടാവില്ല, പറഞ്ഞാൽ ഒരു അപ്പോളജി മാത്രമേ ഉള്ളൂ. ആ അപ്പോളജി പറയേണ്ട ആവശ്യമില്ലല്ലോ, കുറച്ച് സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ എത്തുമല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിന്റെ അടുത്തേ കൂടെ പോലും പോകരുത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എപ്പോഴും ടൈം മാനേജ്മെന്റ്, സ്പെഷ്യലി ട്രാവലിംഗിന്റെ കാര്യത്തിൽ ചെയ്യുക. ഓക്കെ, എപ്പോഴും എല്ലാവർക്കും പ്ലാൻ ചെയ്ത മാതിരി നടക്കില്ല എന്നാണെങ്കിൽ ഡോണ്ട് പാനിക്, ഡോണ്ട് സ്പീഡ് യുവർ ഡ്രൈവ്. ആ സ്റ്റാർട്ടിങ് ലേറ്റ് ആവുന്നതിനനുസരിച്ച് എൻഡ് പോയിന്റിലുള്ള ആൾക്കാരെ വിളിച്ചെങ്കിലും ഇൻഫോം ചെയ്യുക. വി വിൽ ബി ഹാഫ് an hour or 1 hour late, പ്ലീസ് പ്ലാൻ അക്കോർഡിംഗ്ലി, വി ആർ വെരി സോറി എന്ന് അവരുടെ അടുത്ത് ഫോണിൽ ആദ്യം പറയാം. സോ ദേ വിൽ ഡു ദ റെസ്റ്റ്. വണ്ടി വാങ്ങിക്കുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു ഫാക്ടറാണ്. കാരണം വണ്ടിയിൽ ട്രാവൽ കംഫർട്ടബിൾ ആയാലേ ഡെസ്റ്റിനേഷനിൽ ആൾ എത്തിയിട്ട് അയാളായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഡെഫിനറ്റ്ലി ഒരു ലോങ് ഡ്രൈവ് എടുക്കുകയാണെങ്കിൽ ആ ഡ്രൈവിന് കംഫർട്ടബിൾ ആയ എല്ലാ റേഞ്ചസിലും കംഫർട്ടിനുള്ള വണ്ടിയുണ്ട്. വളരെ കാശ് മുടക്കിയാൽ മാത്രമേ കംഫർട്ടബിൾ വണ്ടി കിട്ടുമെന്നില്ല. എല്ലാ റേഞ്ചസിലും കംഫർട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾക്ക് ഏറ്റവും നമ്മളുടെ ഹെൽത്ത് കംഫർട്ടബിൾ ആയിട്ട് ബോഡി പെയിൻ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള വണ്ടി ആയിരിക്കണം ഏറ്റവും കൂടുതൽ റോഡ് യൂസ് ചെയ്യുന്ന ഒരാൾ പ്രിഫർ ചെയ്യേണ്ടത് ആർട്ടിസ്റ്റ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഈ ക്രാംസ് ഒന്നും ഇല്ലാതെ തന്നെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാം. പിന്നെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അഡ്വൈസ്, പെർഫോമിംഗ് ആർട്ടിസ്റ്റ് കഴിയുന്നതും ഡ്രൈവ് ചെയ്യാതിരിക്കുക, ഒരു ഡ്രൈവറിനെ വെക്കുക. പെർഫോമിംഗ് ആർട്ടിസ്റ്റ് എപ്പോഴും എന്ന് വെച്ചിട്ട് പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എന്നാലും ഒരു ഡ്രൈവറിനെ വെക്കുക. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ മൊമെന്റ്സ്, ഡ്രൈവിംഗ് അല്ലെങ്കിൽ കാലിലുള്ള ക്രാംസ്, ഇങ്ങനത്തെ ഒക്കെ അവോയ്ഡ് ചെയ്യാം ഒരു ഡ്രൈവർ ഉണ്ടെങ്കിൽ. തീർച്ചയായിട്ടും എനിക്കും ഒരു നോളജ് ബേസിൽ എടുക്കാൻ പറ്റിയ കുറെ കാര്യങ്ങൾ പറഞ്ഞു ദീപു. വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, എൻ്റെ ഇളയപ്പൻ വയലിനിസ്റ്റ് ആയിരുന്നു. ഇളയപ്പൻ ചെയ്യുമായിരുന്ന ചില കാര്യങ്ങൾ എനിക്ക് അത് നല്ലതായിരിക്കും തോന്നുന്നു ഒരു ആർട്ടിസ്റ്റിന് പറയുമ്പോൾ. ലൈക്ക് ഇപ്പോൾ ഒരു വയലിനിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വിരലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കീബോർഡിസ്റ്റുകൾക്കും സിംഗേഴ്സിന് ത്രോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ യാത്രയിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ എടുക്കേണ്ടി വരിക, ലൈക്ക് ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരിക, അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ ഞാൻ പറയും ഇപ്പോൾ ഫിംഗേഴ്സ് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. നമുക്ക് ആരെങ്കിലും ഹെൽപ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക. കാര്യം വെച്ചാൽ ഈ വൺസ് നമ്മുടെ ഈ മസിൽസിന്റെ ഒക്കെ ആ പ്രോപ്പർ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളും ഇതായി കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി നമ്മുടെ പ്ലേയിങ്ങിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് പെട്ടെന്ന് ഞാനിങ്ങനെ മെമ്മറിയിൽ വന്നപ്പോൾ ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ തലമുറ ബാലഭാസ്കറിൽ നിന്ന് നിർബന്ധമായും പഠിക്കേണ്ട ഒരു ക്വാളിറ്റി ചോദിച്ചാൽ അൽഫോൻസ് എന്ത് പറയും? ഞാൻ പറയും ബാലുവിന്റെ ഡെഡിക്കേഷൻ ടു പ്രാക്ടീസ് ആൻഡ് എന്നാ പറയുന്നത്, എന്ത് സിറ്റുവേഷൻ വന്നാലും ആ ഒരു കാര്യം ചെയ്യുക. ഇപ്പൊ ഒരു പ്രോഗ്രാം വന്നു, ഇപ്പൊ ഒരു ബാലുവിന്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് പെട്ടെന്ന് കറണ്ട് പോയി അല്ലെങ്കിൽ പെട്ടെന്ന് മൈക്ക് ഓഫായി, സാധാരണ ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ അവിടെ സ്റ്റക്ക് ആവും, അവിടെ നിൽക്കും. പക്ഷെ അങ്ങനെയല്ല, ഹി വിൽ ടേക്ക് ദ വയലിൻ ആൻഡ് ആളുകളുടെ ഇടയിലേക്ക് അങ്ങ് ഇറങ്ങും. മൈക്ക് വേണ്ട, മൈക്ക് ഇല്ലെങ്കിൽ പോലും ഈ സ്റ്റാർട്ട് ടോക്കിംഗ്, ആ കണക്ടിവിറ്റി. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് പ്രസൻസ് ഓഫ് മൈൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയത് പുതിയ ജനറേഷൻ ബാലുവിന്റെ അടുത്ത് നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം, ഇഫ് യു വോണ്ട് ടു ബി എൻ എന്റർടൈനർ ദെൻ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ് എന്റർടൈൻമെന്റ്. പക്ഷെ ബാലുവിന് ഉണ്ടായ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞ എന്റർടൈൻമെന്റിന് വേണ്ടി വെറുതെ ഇറങ്ങി എന്റർടൈൻ ചെയ്യാനല്ല, സ്റ്റഫ് എന്താന്ന് തിരിച്ചറിഞ്ഞ് ലേണിംഗ് മ്യൂസിക് ടു ദി എക്സ്ട്രീം, പ്രാക്ടീസിങ് ടു ദി എക്സ്ട്രീം. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എന്റർടൈൻമെന്റ് അവർക്ക് ദഹിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇറങ്ങിപ്പോയി അവർക്കത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയറുന്നതിനനുസരിച്ച് അവർ നമ്മളോടൊപ്പം കയറി വരും. പക്ഷെ നമ്മളൊരു എന്റർടൈനർ ആയിട്ടാണെങ്കിൽ അവരെ കണക്ട് ചെയ്യാൻ പറ്റാത്ത മ്യൂസിക് ആയിട്ട് അവിടെ ചെന്നിട്ട് കാര്യമില്ല. ഒരു എന്റർടൈനർ ആയിട്ടാണ് ഉദ്ദേശമെങ്കിൽ കണക്ട് ചെയ്യേണ്ട ടെക്നീക്സ്, അത് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് ബാലുവിന്റെ അടുത്താണ്.
അപ്പൊ ആ ടെക്നീക്സ് എപ്പോഴും റൈറ്റ് പ്രൊപ്പോർഷനിൽ, ഹൗ മച്ച് നോളജ് വേഴ്സസ് ഹൗ മച്ച് എന്റർടൈൻമെന്റ്, ഇതിന്റെ പ്രൊപ്പോർഷൻ മിക്സ് ചെയ്ത് പെർഫെക്റ്റ് ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ യു ക്യാൻ ബി എ മജീഷ്യൻ ജസ്റ്റ് ലൈക്ക് ബാലു. ബാലു ഇന്ന് നമ്മളോടൊപ്പം ഇല്ലെങ്കിൽ കൂടെ വി ട്രഷർ ഹിസ് മെമ്മറീസ് എ ലോട്ട് ആൻഡ് വി റിമെമ്പർ ഹിസ് ബർത്ത്ഡേ ആൻഡ് വി റിയലി വിഷ് ദാറ്റ് ഹി വാസ് വിത്ത് us. We miss you, ബാലു. റൈറ്റ് പ്രൊപ്പോർഷൻ ഓഫ് മ്യൂസിക് അല്ലെ, റൈറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ടാലന്റ്. ബാലു നമുക്കൊരിക്കലും മറക്കാൻ ഒക്കില്ല. എല്ലാ ഈ പറയുന്ന പോലെ എല്ലാ മ്യൂസീഷ്യൻസും അല്ലെ എല്ലാ ആസ്വാദകരും എനിക്ക് തോന്നുന്നു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ബാലുവിനെ ഓർക്കാത്ത നിമിഷങ്ങളില്ല. താങ്ക് യു സോ മച്ച് അൽഫോൺസ് ആൻഡ് ദീപക്. നിങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് ഒരുമിച്ച് വേദികൾ പങ്കിടുകയും അതേപോലെ ജഡ്ജസ് ആയിട്ട് ഇരിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ ഓർമ്മകൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്തതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. Thank you once again, Arvind. And Alphonse, it was a pleasure. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് അരവിന്ദ് ഫോർ ദാറ്റ്. താങ്ക് യു അരവിന്ദ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗോഡ് ബ്ലെസ്. ബൈ. ടേക്ക് കെയർ. തൻ്റെ സംഗീത ജീവിതത്തിലൂടെ മലയാളികളെ എക്കാലവും വിസ്മയിപ്പിച്ച് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചു മടങ്ങിയ ബാലഭാസ്കറിൻ്റെ ഓർമ്മകൾ സംഗീത സംവിധായകരായ അൽഫോൺസ് ജോസഫും ദീപക് ദേവും പങ്കുവച്ച ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പോഡ്കാസ്റ്റ് ബൈ അരവിന്ദ് ചന്ദ്രശേഖറിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടി ഷെയർ ചെയ്യാവുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.